ഹലോ ഡിയേഴ്സ്, നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള അടിപൊളിയായുള്ള പ്രിപ്പറേഷനിലാണ്. നിങ്ങൾക്ക് വേണ്ടി സൈലം ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ഓഫ് ഇക്വേഷൻസ് ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ആദ്യ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു 3 ഐഡിയാസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 7:30 ഇന്നും നാളെയും മറ്റന്നാളും ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മക്കൾ കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. x+y എന്ന് പറയുന്നത് 10 ആണ്. x-y എന്ന് പറയുന്നത് 6 ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എങ്ങനെ സോൾവ് ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കോ, രണ്ട് സൈഡിലുമുള്ള എക്സ് ഉണ്ട് അല്ലെ, എക്സ് 2 ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എക്സിന്റെ എണ്ണവും സെയിം ആണ്, വൈന്റെ എണ്ണവും സെയിം ആണ്. എക്സും എക്സും ആഡ് ചെയ്ത് എത്രയാടാ? 2x. ഇനി ഇവിടെ നോക്ക്, വൈയും മൈനസ് വൈയും ആണ്. y മൈനസ് വൈ അത് എത്രയാ? 0. y മൈനസ് വൈ 0 ആകും. 2x is equal to 10 6 കൂടെ കൂട്ടിയാൽ 16. സിമ്പിൾ ആയിട്ട് 2x equal to 16 നമുക്ക് കിട്ടി. സെറ്റ് ആണല്ലോ. 2x 16 ആണെങ്കിൽ x എത്രയാ? 16/2, അതായത് 8. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ചോദ്യത്തിന്റെ ആൻസറിലേക്ക് വന്നു. x നമ്മൾ കണ്ടുപിടിച്ചു. ഇനി y അല്ലേ വേണ്ടത്? y കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? നമുക്കറിയാം x+y എന്ന് പറയുന്നത് 10 ആണ്. അതിൽ x എന്ന് പറയുന്നത് 8 ആണ്. 8+y is equal to 10 ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് കിട്ടി y is equal to 10 minus 8. 8 അങ്ങോട്ട് പോകുമ്പോൾ -8. 10 - 8 എന്ന് പറയുമ്പോൾ 2. yന്റെ വാല്യൂ 2 ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഈ രീതിയിലാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ സോൾവ് ചെയ്യേണ്ടത്. അടുത്തത് ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇവിടെ ചോദ്യമാണ്. 3 പെൻസിലും, ശ്രദ്ധിക്കുക, 3 പെൻസിലും 4 പെന്നും കൂടെ വാങ്ങിയാൽ 26 രൂപയാണ്. 6 പെൻസിലും 3 പെന്നും വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില എന്ന് പറയുന്നത് 27 രൂപയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഇക്വേഷൻ ഉണ്ടാക്കുക? അതല്ലേ നമ്മുടെ മുമ്പിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. പെൻസിലിന്റെ വില x ആണെങ്കിൽ, ഒരു പെൻസിലിന് x ആണെങ്കിൽ 3 പെൻസിലിന് 3x, ഒരു പെന്നിന് y ആണെങ്കിൽ 4 പെന്നിന് 4y. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? സിമ്പിൾ ആയിട്ട്, വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. 3x + 4y. 3 പെൻസിലിന്റെ വില, അതിനോട് 4 പെന്നിന്റെ വില കൂട്ടിയാൽ 26. ഓക്കെ ആണ്. അടുത്തത് 6 പെൻസിൽ എന്ന് പറയുമ്പോൾ 6x, 3 പെൻ എന്ന് പറയുമ്പോൾ 3y. 6x + 3y is equal to 27. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത സ്റ്റെപ്പ്. വളരെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3x 6x, എക്സിന്റെ എണ്ണം സെയിം ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ഈ 3ഉം 4ഉം എടുത്തില്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല 3, 3ന്റെ മൾട്ടിപ്പിൾ അല്ല 4. സോ നമുക്ക് ചെയ്യാൻ എളുപ്പം എക്സ് വെച്ചിട്ടാണ്. ഈ 3നെ നമുക്ക് 6 ആക്കാൻ എളുപ്പമാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിലുള്ള എല്ലാരെയും 2 കൊണ്ട് ഗുണിക്കുന്നു. 3xനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചാൽ ഇതെന്താകും? 6x ആകും. ശരിയല്ലേ? 6x പ്ലസ് 4y എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ, അതായത് 2 കൊണ്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ ഗുണിക്കുന്നു. 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിലുള്ള എല്ലാരെയും ഗുണിക്കുന്നു. 2 × 3x 6x, 2 × 4y 8y, 2 × 26 52. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എടുത്ത് താഴെ എഴുതി. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എടുത്തിട്ട് താഴോട്ട് ഒന്നുകൂടെ എഴുതി. ഓക്കെ ആണോ? സിമ്പിൾ. ഇനി നിങ്ങൾ ഈ രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും നോക്ക്. രണ്ടാമത്തെ ഇക്വേഷനും അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ എക്സിന്റെ എണ്ണം സെയിം ആണ് അല്ലേ? എക്സിന്റെ എണ്ണം സെയിം ആണ്, രണ്ടിലും 6x ആണ്. സോ സിമ്പിൾ ആയിട്ട് ചെയ്യാം.
ചിഹ്നം സെയിം ആണ്, എണ്ണം സെയിം ആണ്. നമുക്ക് രണ്ടും 6 ആണ്. ശരിയല്ലടാ? ശരിയല്ലേ? യെസ്. അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാം. മൂന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. 6x നിന്ന് 6x പോയാൽ 0. 8y നിന്ന് 3y പോയാൽ ബാക്കി 5y. 52 27 പോയാൽ 25. സോ 5y 25 ആണെന്ന് കിട്ടി. അപ്പൊ y എത്രയാ? 25 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 5. y 5 ആണെന്ന് നമുക്ക് കിട്ടി. y 5 ആണെന്ന് കിട്ടിയാൽ ഇനി x അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സിമ്പിൾ ആണ്. നമുക്ക് എന്തറിയാം? നമുക്കറിയാം 3x പ്ലസ് 4y എന്ന് പറയുന്നത് എത്രയാ? 3x പ്ലസ് 4y എന്ന് പറയുന്നത് 26 ആണ്. അതിൽ y എത്രയാണ്? y എന്ന് പറയുന്നത് 5 ആണ്. സോ 4 ഇൻറ്റു വൈക്ക് പകരം 5 കൊടുക്കാം. പ്ലസ് 3x. ശരിയല്ലേ? 3x പ്ലസ് 4y. y എത്രയാ? 5. 4 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 26. 3x എന്ന് പറയുന്നത് കാണാൻ 3xനോട് 20 കൂട്ടിയാലാണ് 26 കിട്ടുക. സോ 3x എത്രയാ? 3xനോട് 20 കൂട്ടിയാൽ 26 കിട്ടുമെങ്കിൽ എത്രയാണ് 3x? 26 മൈനസ് 20 ചെയ്ത് കഴിഞ്ഞാൽ 6. ശരിയല്ലേ? 3x 6 ആണെങ്കിൽ എത്രയാ മക്കളെ? x എന്ന് പറയുന്നത് 6/3, അതായത് 2. x 2 ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇവിടെ എക്സിന്റെ എണ്ണം സെയിം അല്ല, അത് നമ്മൾ ആദ്യം എന്താക്കി? സെയിം ആക്കി. സെയിം ആക്കാൻ എന്താ ചെയ്തത്? ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാരെയും ഞാൻ എന്താക്കി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3xനെ 6x ആക്കണം, അത് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4yനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് 8y. അതുപോലെ 26നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് 52. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിലോ, ഇവിടെ നോക്ക്, എക്സിന്റെ എണ്ണം സെയിം ആക്കാന്ന് വിചാരിച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ല 4. വൈന്റെ എണ്ണം സെയിം ആക്കാന്ന് വിചാരിച്ചാൽ അവിടെയും പ്രശ്നമുണ്ട്, 2ന്റെ മൾട്ടിപ്പിൾ അല്ല 5. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചേ, നമ്മൾ ആരെയാ സെയിം ആക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് എക്സിനെ സെയിം ആക്കാം, അല്ലെങ്കിൽ വൈയെ സെയിം ആക്കാം. നമുക്ക് തൽക്കാലം എക്സിനെ സെയിം ആക്കാൻ ഇവിടെ നോക്ക്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ് എക്സിന്റെ എണ്ണം. ശരിയല്ലേ? സോ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഇക്വേഷനിലെ എല്ലാരെയും ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സിന്റെ എണ്ണത്തിനെയാണ് അതിന്റെ കോഎഫിഷ്യന്റ് അഥവാ ഗുണകം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, 1 × 4. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ എല്ലാരെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3x. 3xനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x. ശരിയല്ലേ? നെക്സ്റ്റ് 4 × 2y ചെയ്താൽ 8y. 4 × 16 ചെയ്താൽ 64. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. അതിന് ഇക്വേഷന് 3 നമ്പർ കൊടുത്തു. ഇനി 4 കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുന്നു. സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ടാണ് ഞാൻ ഗുണിക്കുന്നത്. സോ 4xനെ 3 കൊണ്ട് ഗുണിച്ചാൽ 12x. എന്താ ചെയ്യുന്നത്? 4 കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ 4 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിലെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഈ 3 കൊണ്ട് സെക്കൻഡ് ഇക്വേഷനിലെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 4x 12x, 3 × 5y 15y is equal to 3 × 26. 3 × 26 ചെയ്താൽ 78. സെറ്റാണോ? 78 എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റാണല്ലോ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് അത് കിട്ടി. 12x നിന്ന് 12x ഇതാണ് എൻ്റെ ഫോർത്ത് ഇക്വേഷൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് ഞാൻ തേർഡ് ഇക്വേഷൻ കുറയ്ക്കുന്നു. 12x നിന്ന് 12x പോയാൽ 0. 15y നിന്ന് 8y. 15y നിന്ന് 8y പോയി കഴിഞ്ഞാൽ എത്രയാടാ? ബാക്കി 7y. 78 നിന്ന് 64 കുറച്ചാൽ 14. 7y ഈക്വൽ ടു 14. സെറ്റ് അല്ലേ? 7y എന്ന് പറയുന്നത് 14 ആണെങ്കിൽ, 7y എന്ന് പറയുന്നത് 14 ആണെങ്കിൽ y എത്രയാണ്? 7y 14 ആണെങ്കിൽ y എന്ന് പറയുന്നത് 14/7, അതായത് 2 ആണ്. സെറ്റാണോ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, എത്രയാണ് x?
y കിട്ടിക്കഴിഞ്ഞാൽ x കാണാനാണ് പണി. നോക്കുക, y നമുക്ക് കിട്ടിക്കഴിഞ്ഞു. y എത്രയാണ് നമുക്കറിയാം, y എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കേണ്ട പണിയേ ഉള്ളൂ. നോക്കാം, റെഡിയാണോ നിങ്ങൾ? നമ്മുടെ ഇക്വേഷൻ എന്താ? 3x + 4y = 3x + 4 3x + 2y = 16. 3x + 2y = 16. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ yക്ക് 2 കൊടുത്താൽ 2 × y എത്രയാണ്? 2. ശരിയല്ലേ? 16. അതിനോട് എന്താ ഇടേണ്ടത്? 3x. അതിൽ നിന്ന് നമുക്ക് കിട്ടും 3x + 2 × 2 4 = 16. മനസ്സിലാക്കിയോ മക്കളെ? എന്താ ചെയ്തത്? y 2 ആണ് നമുക്കറിയാം. ആ 2 എന്ന് പറയുന്ന വാല്യൂ yക്ക് കൊടുത്താൽ നമ്മൾ എടുത്തിയ 3x = 16 - 4, അതായത് 3x എന്ന് പറയുന്നത് 12 ആണ്. 3x 12 ആണെങ്കിൽ x എത്രയാ? x = 12/3. 12 / 3 ചെയ്താൽ 4. x എന്ന് പറയുന്നത് 4 ആണ്. സോ 4 ആണ് എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ 2 ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ x + y എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ x - y എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു 10 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയാണ്, y എത്രയാണ്? ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ബൈ.